السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ഇവിടെ ജീവിക്കുന്നത് വളരെ സന്തോഷകരമായ ജീവിതം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ്. ആരും മുമ്പിലും സന്തോഷത്തോടുള്ള ജീവിതം നയിക്കണം എന്ന ചിന്തയിലൂടെയാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ വിജയത്തിലേക്ക് എത്താൻ 4 കാര്യം കൊണ്ട് കഴിയും. അതേപോലെ തന്നെ 4 കാര്യം അവനെ പരാജയപ്പെടുത്താനും കഴിയുന്ന കാര്യമുണ്ട്. 4 കാര്യം വളരെ സന്തോഷകരമായാൽ അവൻ്റെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. അത് 4 കാര്യം നല്ല റാഹത്തിലുണ്ടായാൽ. ആ 4 കാര്യം മോശകരമായി കഴിഞ്ഞാലോ, അതുകൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ വന്നാലോ, അവനിക്ക് അതുകൊണ്ട് വല്ലാത്തൊരു പ്രയാസത്തിലായിരിക്കും അവൻ്റെ ജീവിതം ഉണ്ടാകുക. അത് ഞാൻ പഠിച്ചിരിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം. സഅദ് റളിയല്ലാഹു അൻഹു തൊട്ട് അൻ സഅദിൻ കാല അർബഉ മിന സഅദത്തി, 4 കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ 4 കാര്യമുണ്ടായാൽ അവനക്ക് വിജയിക്കാൻ കഴിയുന്നു. അർബഉ മിന സഖായി, 4 കാര്യങ്ങൾ അവനെ പരാജയപ്പെടുത്താൻ വേണ്ടിയും അവന് കഴിയും. ഒരു മനുഷ്യന് വിജയത്തിനും 4 കാര്യം പരാജയപ്പെടുത്താനും പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 4 കാര്യങ്ങൾ അവൻ വിജയത്തിലേക്ക് എത്തുന്ന 4 കാര്യം ഏതാണ്? 4 കാര്യം പരാജയത്തിലേക്കും എത്തുന്നുണ്ട്. 4 കാര്യം അവൻ വളരെ സന്തോഷത്തോടെ ജീവിക്കാനും കഴിയുന്ന കാര്യങ്ങളാണ്. എന്താണത്? ഫഅമ്മസ്സഖാഹു, അതേ ഫസ്സൗജത്തു സുഹു വൽ ജാറു സുഹു വൽ മർകബു സുഹുദീകുൽ മസ്കൻ. ഏറ്റവും പ്രയാസകരമായ 4 കാര്യങ്ങൾ പറഞ്ഞല്ലോ, പരാജയത്തിലേക്ക് എത്തുന്ന 4 കാര്യങ്ങൾ. അതേതാണ്? പരാജയത്തിലേക്ക് എത്തുന്ന 4 കാര്യങ്ങളിൽപ്പെട്ട ഒന്നെന്താണ്? ഫസ്സൗജത്തു സൂ, മോശപ്പെട്ട ഭാര്യ. നല്ല ഭാര്യയാവണം. ഭാര്യ എപ്പോഴും ഭർത്താവിനെ ശല്യം ചെയ്യുന്ന, ഭർത്താവ് എന്ത് കൊണ്ടുവന്നാലും എന്ത് കൊടുത്താലും തൃപ്തിപ്പെടാത്ത, ഭർത്താവിനത് കൊണ്ട് കഴിയുന്നുണ്ടോ എന്ന് നോക്കുന്നില്ല. ഭർത്താവ് മറ്റവർ കൊണ്ടുവന്നതൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മളും കൊണ്ടുവരിക. ഈ ഭർത്താവിക്ക് എത്ര ശമ്പളമോ, അവനെന്താ ജീവിതം, അവനെങ്ങനെയാണ് നയിക്കുന്നത്, അതൊന്നും ഭാര്യ നോക്കുന്നില്ല. ഭാര്യയ്ക്ക് മറ്റുള്ള മുമ്പിൽ നല്ല ഹാപ്പിയായി കാണിക്കണമെന്ന നിലക്ക് ഭർത്താവിനെ ശല്യം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അങ്ങനെയുള്ള ഭാര്യമാരുണ്ടാകും. അങ്ങനെ ഭാര്യമാരുണ്ടായാൽ ആ ഭാര്യമാരെ കൊണ്ട് നമുക്ക് വളരെ മോശപ്പെട്ട ഭാര്യ, അത് ഭാര്യ എന്ന് പറഞ്ഞാൽ മോശകരമായി കാണുന്ന ഭാര്യനല്ലേ, ഭർത്താവിനെപ്പോഴും ശല്യം ചെയ്യുന്ന മോശകരമായ ഭാര്യ ഉണ്ടായാൽ അവൻക്ക് വിജയിക്കാൻ വല്ലാത്ത പ്രയാസമാണ്. അതുപോലെ തന്നെ വസൂൽ മർക്കബു എന്ന് പറഞ്ഞാൽ മോശപ്പെട്ടതായ വാഹനങ്ങളൊക്കെ നല്ല വാഹനമായിരിക്കണം. മോശകരമായ വാഹനം ഉണ്ടായാൽ മോശമായ ഭാര്യയും അതുപോലെ തന്നെ മോശമായ ആ വാഹനമൊക്കെ ഉണ്ടായാൽ അവനക്ക് ജീവിക്കാൻ വല്ലാത്ത പ്രയാസമാണ്. അതുപോലെ തന്നെയാണ് വൽ ജാർ വസ്തു, അതുപോലെ തന്നെയാണ് വൽ ജാർ വസ്തു എന്ന് പറഞ്ഞാൽ അയൽവാസികൾ, മോശകരമായ അയൽവാസികൾ. എപ്പോഴും നമ്മളടുത്തുള്ള അയൽവാസികൾ നല്ലതാവണം. അയൽവാസികൾ എപ്പോഴും എപ്പോഴും മോശത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ നമുക്കവിടെ ജീവിക്കാൻ പ്രയാസം തന്നെയാണ്. അപ്പോൾ അയൽവാസികളെ കൊണ്ട് നമുക്ക് പ്രയാസമുണ്ട്, ഭാര്യമാരെ കൊണ്ട് നമുക്ക് പ്രയാസമുണ്ട്, മോശമായ ഭാര്യമാരെ കൊണ്ട്, മോശമായ വാഹനങ്ങളെ കൊണ്ടും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ട്. ഉദീകുൽ മസ്കൻ, വിശാലതയില്ലാത്ത കുടിസുള്ള വീടുകൾ, അതിലൊക്കെ നമുക്ക് പ്രയാസങ്ങളാണ്. അപ്പോൾ നമുക്ക് മനസ്സ് റാഹത്തുണ്ടാകുന്നില്ല. ഈ 4 കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തുന്ന 4 കാര്യം ഏതാണ്? അന്നേരം ഇതിന് ഓപ്പോസിറ്റാണ് നല്ല ഭാര്യ. അതാണ് നല്ല വിജയത്തിലേക്ക് എത്തുന്ന 4 കാര്യം പറഞ്ഞല്ലോ. അതിൽ ഒന്ന് പറഞ്ഞു, മോശമായ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ 4 കാര്യങ്ങൾ നല്ലതിലേക്ക് എത്തുന്ന നല്ല ഭാര്യയുണ്ട്, നല്ല അയൽവാസികൾ, നല്ല വാഹനം, അതുപോലെ തന്നെ നല്ല വീട്. ഇതൊക്കെയും നല്ല കാര്യത്തിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നല്ല ഭാര്യ ഉണ്ടായാൽ നമുക്ക് ജീവിതത്തിന് ആനന്ദകമാണ്, സന്തോഷമാണ്. അങ്ങനെയുള്ള ഭാര്യ ഉണ്ടാവണം. ഭാര്യ എപ്പോഴും ഭർത്താക്കന്മാരെ ശല്യം ചെയ്ത് മോശപ്പെടുത്തുന്നവർക്കുള്ള ഒരു ഭാര്യയും അവർ സ്വർഗത്തെടുക്കുകയില്ല. ഭർത്താവ് എന്ത് മോശക്കാരനാണെങ്കിലും ആ ഭാര്യൻ്റെ തൃപ്തി കൊണ്ട് ഭർത്താവിനിക്ക് എപ്പോഴും ഭാര്യ തൃപ്തി കൊടുക്കുമ്പോൾ, ആ സന്തോഷം കൊടുക്കുമ്പോൾ എന്തോ റാഹത്തുണ്ടാകും.
ഭാര്യമാരെ കൊണ്ട് ഭർത്താക്കന്മാർ വിജയത്തിലേക്ക് എത്താൻ കഴിയണം. കഴിഞ്ഞെങ്കിൽ ഇപ്പോഴത് വിഷയത്തിൽ കടക്കല്ല. ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ആണുങ്ങൾ പെണ്ണുങ്ങളെ പോലെയാണ്, പെണ്ണുങ്ങൾ ആണുങ്ങളെ പോലെയാണ്. അത്രയും കഴിവുള്ള കഴിവെന്ന് പറഞ്ഞാൽ മറ്റുള്ള കഴിവല്ല, അടിക്കാനും കുത്താനും കൊല്ലാനും ഒക്കെ ഇപ്പോൾ സ്ത്രീകൾ രംഗത്ത് വരുന്ന കാലമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് നല്ല ദീന് പഠിക്കണം. ദീന് പഠിച്ചാൽ തന്നെ ഒരുപാട് പെണ്ണുങ്ങൾക്ക് എന്തെല്ലോ ഹാലടി പോകുന്ന സ്ത്രീകളുമുണ്ട്. അതൊന്നും പെട്ടുപോകാതെ നല്ല നിലക്ക് എപ്പോൾ നിസ്കാരവും നോമ്പും ഹജ്ജും അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ കാഴ്ചവെക്കുന്ന നല്ല നല്ല സ്വാലിയായ ഭാര്യമാർ ഉണ്ടാവണം. അതുകൊണ്ടല്ലേ നമ്മൾ കുത്തുപോതുമ്പോൾ നിക്കാൻ്റെ കുത്തുബയിൽ തന്നെ പറഞ്ഞില്ലേ. അതുകൊണ്ട് ദീനുള്ള എല്ലാം കിട്ടുമെങ്കിലും ദീനുള്ള നല്ല പെണ്ണിനെ നിങ്ങൾ നോക്കി കിട്ടണം. അപ്പോൾ നല്ല ഭാര്യമാരുണ്ടായാൽ നമുക്ക് ആനന്ദകരമാണ്, സന്തോഷമാണ്. 4 കാര്യം വിജയത്തിലേക്കും 4 കാര്യം പരാജയത്തിലേക്ക് പോകുന്ന കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭാര്യമാരും അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികളും നമ്മുടെ വാഹനങ്ങളും നമ്മുടെ വീടൊക്കെ നമുക്ക് വിജയത്തിലേക്ക് എത്തുന്നതാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ മോശപരമായ ഭാര്യ, അതുപോലെ മോശമായ അയൽവാസികൾ, അടുത്ത ആളുകൾ, അയൽവാസികൾ, മോശമായ വീട്, അതുപോലെ നീക്കായ കുടിസുള്ള വീട്, അതുപോലെ തന്നെയാണ് മോശമായ അയൽവാസികൾ, മോശമായ അതുപോലെ തന്നെ വീട്, ഇങ്ങനെയൊക്കെ തുടങ്ങിയ വാഹനം, ഇതിൽ പെടാത്ത സാലിഹത്തിൽ 4 കാര്യത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ ഇപ്പോൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. ഇപ്പോൾ സ്ത്രീകളെ വിഷയം പറഞ്ഞാൽ പെരുത്ത് പറയാനുണ്ട്. ഞാനത് പറയാൻ കാരണം ഇപ്പോൾ ഇന്നലെ ഒരു കല്യാണത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരു ചർച്ച വന്നു. ആ ചർച്ചയിൽ പറഞ്ഞത് സ്ത്രീകളെ പറ്റിയാണ്. എപ്പോഴും ഒരു ഭർത്താവ് നല്ല ഭർത്താവാണ്, ഇതുവരെ ജീവിച്ചൊക്കെ നല്ല നിലക്കാണ്. കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ ഒരു മാസം കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിനെല്ലാം മാറ്റങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും ക്ഷീണമാണ്, എപ്പോഴും നല്ല ഹാപ്പിയായി ജീവിതത്തിൽ കാണുന്നില്ല. ചോദിക്കുമ്പോൾ പറഞ്ഞു അവൻ്റെ ഭാര്യൻ്റെ വിഷയത്തിലേക്കാണ് കടന്നത്. ഞാൻ എന്ത് കൊടുത്താലും ഞാൻ എന്ത് ചെയ്താലും അതവിടെ പറയാറില്ല, എല്ലാം മറ്റൊരു കൊണ്ടുവന്നു. എൻ്റെ വാപ്പമാർ മറ്റൊരു കൊണ്ടതാണ്, ജ്യേഷ്ഠന്മാർ കൊണ്ടതാണ്. സ്വന്തം ഭർത്താവിനെ താഴ്ത്തി മറ്റുള്ളവരെ പൊന്തിച്ചു പറഞ്ഞു. എത്ര വലിയ കൊമ്പന്മാരായ സ്ത്രീകളായാലും നിങ്ങൾക്ക് നരകം ഉറപ്പാണെന്ന് ആ ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള സ്ത്രീകളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇത് വളരെ ജാഗ്രതയോടെ നാം ചിന്തിക്കണം. അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് നല്ല ദീന് പറഞ്ഞു കൊടുക്കണം. ഭർത്താക്കന്മാർ നല്ല ക്ഷമയോടെ ജീവിച്ച് അള്ളാഹുവിൻ്റെ തവക്കലാക്കി നിൽക്കണം. അള്ളാഹുവിൻ്റെ സഹായമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അള്ളാഹു ഈ 4 കാര്യത്തിൽ വിജയിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.